ഞാനിന്നുള്ളത് എവിടെയാന്നല്ലേ? കൊച്ചിയിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലത്ത്. നമുക്കൊന്ന് കാണാം. വാ. മറൈൻ ഡ്രൈവിലെ ഒരു ലക്ഷറിയസ് അപ്പാർട്ട്മെന്റ് പ്രൊജക്റ്റിലാണ് ഇന്ന് നമ്മളുള്ളത്, മറീന വൺ. ഇന്ന് ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചാണ് മൊത്തമായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മറീന വണ്ണിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇന്ന് സുകന്യ മാം നമ്മുടെ കൂടെ ഉണ്ട്. മാം, ഇവിടുത്തെ അമ്യൂണിറ്റീസ് ഒക്കെ വളരെയധികം റിച്ചസ്റ്റ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരാം. നമ്മളുടെ മെറീന വണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെറീന വൺ ഒരു ലാർജസ്റ്റ് വാട്ടർ ഫ്രണ്ട് പ്രോജക്റ്റ് ആണ് കേരളത്തിലെ. നമുക്ക് 17 ഏക്കറിൽ 12 ടവേഴ്സ് വരുന്ന ഒരു 5 ഏക്കർ ഇൻ ബിറ്റ്വീൻ പോഡിയം വരുന്ന ഒരു പ്രോജക്റ്റാണ്. ഇതിൽ നമുക്ക് 12 ടവേഴ്സിൽ മെയിനായിട്ടൊരു 3 BHK ആൻഡ് 4 BHK ആണുള്ളത്. ഇതൊരു ലക്ഷറി കാറ്റഗറിയിൽ വരുന്നതാണ്. അമ്യൂണിറ്റീസ് എടുത്തു പറയേണ്ടതായിട്ട് നമ്മൾ ഈ 5 ഏക്കർ പോഡിയത്തിലായിരിക്കും നമ്മളുടെ ഒരു ഔട്ട്ഡോർ അമ്യൂണിറ്റീസ് ഉണ്ടാവുക. ഇത് കൂടാതെ നമുക്കൊരു 48,000 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ക്ലബ് ഹൗസ് ഉണ്ട്. ക്ലബ് ഹൗസിലായിരിക്കും ഇതിൻ്റെ ഇൻഡോർ അമ്യൂണിറ്റീസ് വരുന്നത്. സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഡോർ കോർട്ടുകളും അതിലുണ്ടാവും. ഒരു 30 സീറ്ററിൻ്റെ ഒരു മിനി തിയേറ്റർ ഉണ്ടാവും. 24 hours വർക്ക് ചെയ്യുന്ന ഒരു മെഡി ക്ലിനിക്ക് ഇതിലുണ്ടാവും. സലൂൺ ഉണ്ടാവും. മൾട്ടിപർപ്പസ് ഹാൾ ഉണ്ടാവും. മാം, ഈ ഒരു പ്രോജക്റ്റിൽ എത്ര യൂണിറ്റ്സ് ആണ് ടോട്ടൽ? നമുക്ക് ടോട്ടൽ ഈ ഒരു 12 ടവേഴ്സിലും കൂടി 1141 അപ്പാർട്ട്മെൻറ്റ്സ് ആണുള്ളത്. അതിൽ തന്നെ നമുക്ക് ഇപ്പോൾ 3ഉം 4ഉം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ 3ലും 4ലും തന്നെ നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. സ്റ്റാൻഡേർഡ്, പ്രീമിയം ആൻഡ് പ്രീമിയം പ്ലസ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് അപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് അത്യാവശ്യം ഒരു പാർഷ്യൽ വാട്ടർ വ്യൂ കിട്ടുന്ന അപ്പാർട്ട്മെൻറ്റ്സ് ആയിരിക്കും. പ്രീമിയം ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു വാട്ടർ വ്യൂ കിട്ടും. സെൻറ്ററിലായിരിക്കും യൂണിറ്റ്സ് വരുന്നത്. പ്രീമിയം പ്ലസ് ആകുമ്പോൾ എല്ലാ റൂമിൽ നിന്നും നമുക്ക് വാട്ടർ വ്യൂ കിട്ടുന്ന യൂണിറ്റ്സുകളാണ് നമുക്കതിലുള്ളത്. അങ്ങനെയാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. ചില അപ്പാർട്ട്മെന്റിൽ നമുക്ക് 180 ഡിഗ്രി വ്യൂ ഉണ്ട്, ചിലതിൽ 270 ഡിഗ്രി വ്യൂ വാട്ടർ വ്യൂ വരുന്നുണ്ട്. ഫുള്ളി വാട്ടർ ഫ്രണ്ട് ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ്സ് ആണ് ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. നമ്മളിപ്പം 12 ടവേഴ്സ് ഉള്ളതിൽ 8 ടവറും നമ്മൾ ലോഞ്ച് ചെയ്തു. വി ക്യാൻ സേ ദാറ്റ് ഒരു 85%, ഒരു 90% അതിൻ്റെ ഒരു സെയിൽ കഴിഞ്ഞിട്ടുണ്ട് 6 ടവേഴ്സിൻ്റെ. ഇനി 2 ടവറിലും കൂടെ ഒരു 45% മാത്രമേ നമുക്ക് ആ യൂണിറ്റ് അവൈലബിൾ ഉള്ളൂ. നമുക്ക് മെയിനായിട്ട് അവൈലബിലിറ്റി ലെസ് ആണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശോഭ എപ്പോഴും ഒരു ടവർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഒരു 65% സെയിൽ കഴിയുമ്പോഴാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റെഡി ടു ഓക്യുപ്പൈ യൂണിറ്റ്സ് വളരെ ലെസ് ആയിരിക്കും നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് അതുപോലെ ഒരു അപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ടിങ് എങ്ങനെ സ്ക്വയർ ഫീറ്റ് ഒന്നും കൂടി? നമ്മളിപ്പോൾ നമ്മളുടെ ഒരു സ്റ്റാർട്ടിങ് കോസ്റ്റ് വരുന്നതിന് ഒരു 2.2 റേഞ്ചിലാണ് നമുക്ക് അപ്പാർട്ട്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഒരു ഫുള്ളി വാട്ടർ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു 3,700 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു 4 BHK ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5.8 വരെയൊക്കെ നമുക്ക് പ്രൈസിങ് പോകുന്നുണ്ട്. ഇപ്പോൾ ഇൻ ബിറ്റ്വീൻ ഇപ്പോൾ നമുക്ക് എല്ലാ ബഡ്ജറ്റിലും ഒരു 2.3, 2.5, 3 CR ആ ഇൻ ബിറ്റ്വീൻ വരുന്ന എല്ലാ കാറ്റഗറിയിലും നമുക്ക് അപ്പാർട്ട്മെൻറ്റ്സ് അവൈലബിൾ ആണ്. പല വേരിയൻസിലാണ് നമുക്ക് സ്ക്വയർ ഫീറ്റ് സൈസസ് അവൈലബിൾ ഉള്ളത്. ഇപ്പം നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും വളരെ നല്ല വ്യൂ ആണ്. അതുപോലെ തന്നെ നമുക്ക് പുറത്തുനിന്ന് ഒരു സ്പെഷ്യാലിറ്റി വേറൊരു ഡോറും കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് നമ്മളുടെ സാമ്പിൾ അപ്പാർട്ട്മെൻ്റ് ആണ്. 3,710 സ്ക്വയർ ഫീറ്റിലുള്ള 4 BHK അപ്പാർട്ട്മെൻ്റ് ആണ്. ഒരു ഫുള്ളി വാട്ടർ ഫ്രണ്ട് കിട്ടുന്ന അപ്പാർട്ട്മെൻ്റ് ആണിത്. ഇതിന് നമ്മളുടെ ചില 4 BHK അപ്പാർട്ട്മെൻറ്റ് നമ്മളൊരു സെപ്പറേറ്റ് സെർവൻറ്റ് എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു അപ്പാർട്ട്മെൻറ്റിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ഇത്. 4 BHKയിലാണ് മെയിനായിട്ടൊരു സെപ്പറേറ്റ് എൻട്രൻസ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒരു 3,500 എബോവ് ഉള്ള കാറ്റഗറിയിലാണ് സെപ്പറേറ്റ് എൻട്രൻസ് നമ്മൾ കൊടുത്തേക്കുന്നത്. മാം, ഈ ഒരു ലൊക്കേഷനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാം. അതായത് എന്തുകൊണ്ട് ആൾക്കാർ ഈ ഒരു ലൊക്കേഷൻ പ്രിഫർ ചെയ്യണം എന്നുള്ളത്? മറൈൻ ഡ്രൈവിൽ എപ്പോഴും ഒരു അപ്പാർട്ട്മെൻറ്റ് വേണം എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ഇതൊരു ആസ്പിറേഷണൽ പ്രോഡക്റ്റ് ആണ്. പിന്നെ മെറീന വണ്ണിന് എന്തുകൊണ്ടാണ് ഇത്രയും ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് എ ലാസ്റ്റ് പീസ് ഓഫ് ലാൻഡ് ഇൻ മറൈൻ ഡ്രൈവ്. ഇനി ഒരു റെസിഡൻഷ്യൽ ഒരു പ്രോജക്റ്റ് വരാനായിട്ടുള്ള ഒരു ലാൻഡ് ഏരിയ നമുക്ക് ഈ മറൈൻ ഡ്രൈവ് സ്ട്രെച്ചിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് മെറീന വണ്ണിൽ ഭയങ്കര ഡിമാൻഡ് കൂടുതലാണ്. ഈ ഒരു പ്രോജക്റ്റ് ഒരു കംപ്ലീറ്റ് സെയിലായി പോയി കഴിഞ്ഞാൽ പിന്നൊരു ഡ്രീം പ്രോജക്റ്റ് മറൈൻ ഡ്രൈവിൽ വരാനില്ല. അത് തന്നെയാണ് നമ്മളുടെ ഒരു ഡിമാൻഡ്. അതെ, ഇതിലെടുക്കുന്നവർക്ക് ഒരു മറൈൻ ഡ്രൈവിൽ അപ്പാർട്ട്മെൻറ്റ് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു പ്രോജക്റ്റ് തന്നെയാണിത്.
മാം അതുപോലെ ഇതൊരു പോഷ് ഏരിയ ആണല്ലേ, അതെ. അപ്പൊ നമുക്ക് ഇവിടുന്ന് ലൊക്കേഷൻ ആക്സസിബിലിറ്റി ഒക്കെ എങ്ങനെയാണ്? നമുക്ക് മെയിനായിട്ടൊരു കൺസേൺ വരുന്നത് എയർപോർട്ടിലേക്ക് പോകാനൊക്കെ ആയിരിക്കും. കൂടുതലും ഇവിടെ NRIs ബിസിനസ് പീപ്പിൾ ആണല്ലോ ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടെയ്നർ ടെർമിനൽ റോഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഹൈവേയിലേക്കും അതുപോലെ തന്നെ എയർപോർട്ടിലേക്കും എത്തിച്ചേരാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ഒരു കൺസേൺ വരുന്നത് ഹോസ്പിറ്റൽസ് ആയിരിക്കും. ഇപ്പം മോസ്റ്റ്ലി എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ആസ്റ്ററാണ്. അപ്പോൾ ആസ്റ്ററിലേക്കാണെങ്കിലും വളരെ ആക്സസിബിൾ ആണ് ഇവിടുന്ന്. വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രമേ നമുക്കുള്ളൂ. ഷോപ്പിംഗ് മോൾസ് ആണെങ്കിലും വളരെ നിയർ ആയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ മറീന വൺ എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ, ഈ ഒരു ഹ്യൂജ് പ്രൊജക്റ്റിൻ്റെ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തന്നു സുകന്യ മാമിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. കൊച്ചി മറൈൻ ഡ്രൈവിനടുത്ത് ഒരു ഫ്ലാറ്റ് ആഗ്രഹിക്കാത്തായ ആരും ഉണ്ടാവില്ല അല്ലേ? എന്നാൽ റിച്ചസ്റ്റ് അമ്യൂണിറ്റീസും കൂടി ഉണ്ടെങ്കിലോ? ഈ ഒരു പ്രൊജക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാനും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തോളൂ.